മധ്യ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു അവസരം കൂടെ ഒരുക്കിയതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിനായിട്ട് ഇൻവൈറ്റ് ചെയ്ത എബിൻ ബ്രദറിനും ഔട്ട്റീച്ച് മിനിസ്ട്രിയുടെ എല്ലാ മെമ്പേഴ്സിനും എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ യാത്രക്കിടയിൽ ശമര്യക്കും ഗലീലയ്ക്കും മധ്യേയുള്ള ഒരു ഗ്രാമത്തിൽ എത്തുമ്പോൾ 10 കുഷ്ഠരോഗികള് യേശുവിനെ നോക്കി നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവര് യേശുവിനെ നോക്കി നിലവിളിച്ച് പറയുകയാണ്, യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് യേശുവിനെ നോക്കി നിലവിളിക്കുന്നു. അവിടെ ഒരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നത്, ദേ സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ്. അകലെ നിന്നുകൊണ്ട് 10 കുഷ്ഠരോഗികൾ യേശുവിനെ നോക്കി നിലവിളിക്കുന്നു, യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു അവരെ കണ്ടിട്ട് അവരോട് പറയുകയാണ്, പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് അകലെ നിന്നുകൊണ്ട് നിലവിളിച്ചു. ദേ സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആൻഡ് കോൾ ഔട്ട്. എന്തുകൊണ്ടാണ് ഈ കുഷ്ഠരോഗികൾ, ഈ 10 കുഷ്ഠരോഗികള് അകലെ നിന്നുകൊണ്ട് യേശുവിനെ നോക്കി നിലവിളിക്കുവാനായിട്ട് ഇടയായത്? നമുക്കറിയാം, തീർച്ചയായിട്ടും അവര് വിശുദ്ധി ഇല്ലാത്തവരായിരുന്നു, അവര് അശുദ്ധരായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇവര് അകലെ നിന്നുകൊണ്ട് യേശുവിനെ നോക്കി നിലവിളിക്കേണ്ടി വന്നത്, യേശുവിന്റെ അടുത്തേക്ക് വരാൻ സാധിക്കാത്തത്. പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമുക്കൊരു വിശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കും കർത്താവിന്റെ അടുത്തേക്ക് വരുവാനായിട്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇവിടെ കുഷ്ഠരോഗികള് അകലെ നിന്ന് നിലവിളിക്കുന്നു. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറയുന്നു. നമുക്കറിയാം, ഒരു ക്രിസ്ത്യൻ ലൈഫില് വിശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വിശുദ്ധ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ടാണ്, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വിശുദ്ധിയുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാത്താന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുക, അല്ലെങ്കിൽ വിശുദ്ധിയിൽ നിന്ന് നമ്മളെ തള്ളി താഴെ ഇടുക, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനെ കളങ്കപ്പെടുത്തുക. ഇതാണ് സാത്താന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അനുദിന ജീവിതത്തില്, നമ്മുടെ ഡെയിലി ലൈഫില് നമ്മൾ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാത്താനോട്. നമ്മുടെ സ്പിരിച്വൽ ഫൈറ്റ് എന്ന് പറയുന്നത് ഈ വിശുദ്ധിയുള്ള ക്രിസ്ത്യൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, എങ്ങനെ നമുക്ക് ഈ വിശുദ്ധിയിൽ നിലനിന്ന് പോകാം, വീണ് പോകാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ക്രിസ്ത്യൻ ലൈഫിൽ നമ്മുടെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ടു പോകാം. അതിനുള്ള ചില സ്ട്രാറ്റജീസ്, അതിനുള്ള ചില സ്പിരിച്വൽ വെപ്പൺസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തില് ജീവിത വിശുദ്ധി നിലനിർത്താനായിട്ട്, നിങ്ങൾ ഒരു പക്ഷേ ഇതെല്ലാം കേട്ടിട്ടുള്ളവരായിരിക്കാം, ധ്യാനിച്ചിട്ടുള്ളവരായിരിക്കാം, എങ്കിലും ഞാൻ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ദിവസത്തില് എങ്ങനെ നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വിശുദ്ധ ജീവിതം ജീവിക്കാം, സാത്താനെ എങ്ങനെ നമുക്ക് നേരിടാം, അതിനുള്ള സ്ട്രാറ്റജീസ് എന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ശത്രുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം എന്ന് പറയുന്നത്, നമുക്ക് സാത്താനെ അടിക്കുവാനായിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് അറിയത്തില്ല, എങ്ങനെ അവനെ നേരിടണമെന്ന് നമുക്ക് അറിയത്തില്ല. അവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്, നമ്മൾ പിന്മാറിപ്പോകുന്നത്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം. അതിനായിട്ട് 1 ശമൂവേൽ, ഫസ്റ്റ് ബുക്ക് ഓഫ് സാമുവേൽ ചാപ്റ്റർ 17 ഒരു സംഭവത്തിലേക്ക് ഞാൻ പോകാണ്. ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ അതിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു ശത്രു ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു, ഇസ്രായേലിനെതിരെ വെല്ലുവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശത്രുവിന്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ആ ശത്രുവിന്റെ വലിപ്പമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഫെലിസ്തീനായ ഗോലിയാത്ത് എന്നൊരു മനുഷ്യൻ, അവന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 6 മുഴവും 1 ചാൺ നെടുപ്പമുള്ളവൻ, തലയിൽ ഒരു താമ്ര ശിരസ്ത്രം വച്ചവൻ, 5000 ശേക്കൽ തൂക്കമുള്ള
കവചം ധരിച്ചിരിക്കുന്നു, താമ്രം കൊണ്ടുള്ള കാൽച്ചട്ട, ചുമലിൽ താമ്രം കൊണ്ടുള്ള വേൽ ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾ, ശത്രുവിന്റെ വിശേഷണങ്ങൾ നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ശത്രുവിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ ശത്രുവിനെ കണ്ടിട്ട് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലും അതുപോലെ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവ് ഉൾപ്പെടെ ഉള്ളവര് ഭ്രമിച്ച് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഒരു ദൈവത്തിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ്, അതുപോലെ ദൈവത്തിന്റെ ജനമാണ്. പക്ഷേ ഈ ശത്രുവിനെ കണ്ടിട്ട് ഈ ശത്രുവിനെ എങ്ങനെ നേരിടണമെന്നോ, ഈ ശത്രുവിനെ എങ്ങനെ അടിക്കണമെന്നോ, അവനെ എങ്ങനെ തോൽപ്പിക്കണമെന്നോ ഇവർക്ക് മനസ്സിലാകുന്നില്ല. അവര് നോക്കുന്നത് ദൈവത്തെയല്ല, ഈ ശത്രുവിന്റെ വലിപ്പമാണ്. അവന്റെ തലയിലുള്ള കവചവും താമ്രശിരസ്ത്രവും ഒക്കെ നോക്കി അവര് ഹല്ലേലൂയ ഭയപ്പെട്ട് ഇവര് ഓടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഫെലിസ്ത്യൻ, ഈ ഗത്യനായ ഗോലിയാത്ത് എന്ന മനുഷ്യൻ 40 ദിവസം രാവിലെയും വൈകുന്നേരവും ദൈവത്തിന്റെ ജനത്തെ വെല്ലുവിളിക്കുകയാണ്, അവരെ ചലഞ്ച് ചെയ്യുകയാണ്. എന്നാൽ രാജാവ് ഉൾപ്പെടെ ഇസ്രായേൽ ജനം ഭയപ്പെട്ട് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സമയത്ത് തീരെ ബാലനും കോമള രൂപിയും പവിഴ നിറമുള്ളവനുമായ ഒരു ബാലൻ ഈ സമയത്ത് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദിനെ നമുക്ക് നല്ല പരിചയമുണ്ട്. ദാവീദ് തീരെ ബാലൻ അവിടെ എടുത്തു പറയുന്നു. കോമള രൂപിയും പവിഴ നിറമുള്ളവനുമായ ഈ ദാവീദ് ഈ സീനിലേക്ക് കടന്നു വരികയാണ്. ദാവീദ് ഈ ഒരു സംഭവം നടക്കുമ്പോ ഏലാ താഴ്വരയില് ഗത്യനായ ഗോലിയാത്തിനെ നേരിടുന്ന സമയത്ത് ദാവീദ് എങ്ങനെയാണ് ഈ ശത്രുവിനോട് നേരിടുന്നതിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തില് സാത്താൻ ഇടുന്ന ചില പദ്ധതികളെ എങ്ങനെ നമുക്ക് പൊളിക്കാൻ സാധിക്കും, എങ്ങനെ ഡെയിലി ലൈഫില് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് മെച്ചപ്പെടുത്തുവാൻ ഗ്രോ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ദാവീദ്, തീരെ ബാലനായ ദാവീദ് കടന്നു വരുന്നു. നമുക്കറിയാം ദാവീദിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. അവൻ തീരെ ബാലനാണെങ്കിലും എപ്പോഴും കിന്നരം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനും ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു ദാവീദ് എന്ന് നമുക്ക് അറിയാം. അവൻ രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും വൈകുന്നേരവും ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാവീദിന്റെ കയ്യിലുണ്ടായിരുന്ന 5 കല്ലുകള് 5 സ്പിരിച്വൽ വെപ്പൺസ് ആണ്. അതിൽ ഒന്നാമത്തേത് പ്രാർത്ഥനയായിരുന്നു. അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ജീവനുള്ള ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരയുന്നവനായിരുന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇവിടെ 17-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തില് ദാവീദ്, തീരെ ബാലനായ ദാവീദിനോട് അവന്റെ അപ്പനായ ഹിഷായി പറയുകയാണ്, അവന്റെ സഹോദരന്മാർ, ദാവീദിന്റെ സഹോദരന്മാര് ഏലാ താഴ്വരയില് ഈ ഗത്യനായ ഗോലിയാത്തിനെ നേരിടുവാനുള്ള സൈന്യത്തോടൊപ്പമുണ്ട്. അപ്പൊ ഈ സമയത്ത് ദാവീദിന്റെ അപ്പനായ ഇശായി ദാവീദിനോട് പറയാണ്, നീ ഒരു പറ മലരും 10 അപ്പവും അതുപോലെ പാൽക്കട്ടയും എടുത്ത് നീ പോയി നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചു വരുവാനായിട്ട് ദാവീദിനോട് പറയുകയാണ്. ദാവീദിനോട് അപ്പൻ ഇത് പറയുമ്പോ ദാവീദ് ഒരു ഒബ്ജക്ഷനും പറയുന്നില്ല. ഒബീഡിയൻസ്, അനുസരണയോടുകൂടെ അപ്പൻ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ദാവീദ് തന്റെ ആടുകളെ കാവൽക്കാരെ ഏൽപ്പിച്ചിട്ട് ഉടനടി അവൻ സഹോദരന്മാരെ കാണാനായിട്ട് പുറപ്പെട്ടു പോകുന്നു. അവൻ ഒരു എക്സ്ക്യൂസും പറയുന്നില്ല. നമ്മുടെ ലൈഫിലും ചിലപ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടും. നമുക്ക് പല അസൗകര്യങ്ങളും ഉണ്ടാകും. എന്നാൽ നമ്മൾ അത് അനുസരിക്കുന്നെങ്കിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരായിരിക്കണം. ദാവീദിനെ പോലെ ദാവീദിനോട് അപ്പൻ പറയുന്ന കാര്യം അവൻ ഒരു എതിർപ്പും പറയാതെ തന്നെ അപ്പൻ പറഞ്ഞതുപോലെ മലരും അപ്പവും ഒക്കെ എടുത്ത് തന്റെ സഹോദരന്മാരെ കാണാനായിട്ട് ഏലാ താഴ്വരയിലേക്ക് പുറപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ദാവീദ് ഏലാ താഴ്വരയിൽ എത്തുമ്പോൾ തന്നെ അവിടുത്തെ ഒരു സീൻ അവന് മനസ്സിലാകുകയാണ്. ഈ ഗത്യനായ ഗോലിയാത്ത് എന്ന മനുഷ്യൻ ദൈവത്തെയും ദൈവത്തിന്റെ ജനത്തെയും നിന്ദിക്കുന്നതാണ് ദാവീദ് കേൾക്കുന്നത്. അവൻ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കിയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നു. അപ്പൊ അവന് കാര്യം മനസ്സിലാവുകയാണ്. ഒരു ശത്രു ദൈവത്തിന്റെ ജനത്തെയും രാജാവിനെയും വെല്ലുവിളിക്കുന്നു. ജീവനുള്ള ദൈവത്തെ വെല്ലുവിളിക്കുന്നതായിട്ട് അവന് മനസ്സിലാക്കുന്നു. അവന് അറിയാം ജീവനുള്ള ദൈവം ആരാണെന്ന് അറിഞ്ഞ വ്യക്തിയായിരുന്നു ദാവീദ്. അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്ദിപ്പാനായിട്ട് ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്നു. ഈ സമയത്ത് ദാവീദിന്റെ സഹോദരൻ ദാവീദിനെ കാണുകയാണ്.
ദാവീദിന്റെ സഹോദരൻ ചെയ്യുന്നത്, ദാവീദിനോട് ഈ സഹോദരൻ കോപിക്കാണ്. ദാവീദിനോട് പറയാണ്, നീ അഹങ്കാരിയാണ്, നീ നിഗളിയാണ്, നിന്റെ ആടുകളെ മരുഭൂമിയിൽ ഇട്ടിട്ട് പട കാണുവാനായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ദാവീദിനെ നിന്ദിക്കുന്നതായിട്ട് കാണാം. എന്നാൽ ദാവീദിന്റെ മറുപടി, ദാവീദിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ദാവീദ് തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ സഹോദരനെ വിട്ട് മാറിക്കളഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഹ്യൂമിലിറ്റി, താഴ്മയുള്ള സ്വഭാവമാണ് ദാവീദ് അവിടെ കാണിക്കുന്നത്. തന്റെ സഹോദരൻ തന്നെ ഇറിറ്റേറ്റ് ചെയ്തെങ്കിലും, തന്നോട് കോപിച്ചെങ്കിലും, തന്നോട് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അഹങ്കാരി എന്നും നിഗളി എന്നും ഒക്കെ വിളിച്ച് അവനെ അപമാനിക്കുമ്പോഴും ദാവീദ് ചെയ്യുന്നത്, അവൻ സഹോദരനോട് പറയുന്നത്, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൻ ആ സ്ഥലത്ത് നിന്ന് സഹോദരനെ വിട്ട് മാറിക്കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്, വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാവീദിന്റെ കയ്യിലുണ്ടായിരുന്ന മൂന്നാമത്തെ കല്ലെന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയാണ്, താഴ്മയാണ്. ഒന്നാമത്തേത് പ്രാർത്ഥനയാണ്. അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരയുന്നവനായിരുന്നു. രണ്ടാമത്തേത് ഒബീഡിയൻസ് ആയിരുന്നു. തന്റെ അപ്പൻ എന്ത് പറഞ്ഞാലും അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവൻ, തിരിച്ചൊന്നും പറയാതെ, ഒരു ഒബ്ജക്ഷനും പറയാതെ, ഒരു എതിർപ്പുമില്ലാതെ അനുസരിക്കുന്നവനായിരുന്നു ദാവീദ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന മൂന്നാമത്തെ കല്ലെന്ന് പറയുന്നത് താഴ്മ, ഹ്യൂമിലിറ്റി. അവന്റെ സഹോദരന്മാര് അവനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴും തിരിച്ചു മറുപടി പറയാതെ വളരെ താഴ്മയോടുകൂടെ ഇടപെട്ട ആ സ്ഥലത്തു നിന്ന് അവൻ സഹോദരനെ വിട്ട് മാറിപ്പോയി എന്ന് വചനം പറയുന്നു. നമ്മുടെ ലൈഫിലും ചില സിറ്റുവേഷൻസ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ ഹ്യൂമിലിറ്റിയോടെ ആണോ നമ്മൾ ഇടപെടുന്നതെന്ന്, ഈ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടോ എന്ന്, ഈ ഒരു സ്റ്റോൺ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് നമ്മുടെ ലൈഫിനെ തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ വരുമ്പോൾ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മളോട് മോശമായി പെരുമാറുന്നു, നമ്മുടെ ഓഫീസില് വർക്ക് പ്ലേസിലൊക്കെ മോശമായിട്ട് പെരുമാറുമ്പോൾ അത് ശത്രുവിന്റെ ഒരു അറ്റാക്ക് ആണെന്ന് പോലും, സാത്താന്റെ ഒരു തന്ത്രമാണെന്ന് പോലും നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ക്രിസ്ത്യൻ, ഒരു ട്രൂ ക്രിസ്ത്യൻ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് അതിന് നേരെ വിരുദ്ധമായിട്ട് നമ്മൾ വ്യക്തികളോട് പ്രതികരിച്ചു പോകാറുണ്ട്. എപ്പോഴും നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കുക. ശത്രു എവിടെ വേണമെങ്കിലും നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട്. നമ്മുടെ ഒരു സാധാരണ വിശുദ്ധ ജീവിതത്തെ കുറിച്ചല്ല നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അതിവിശുദ്ധ ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്ത് പോകണമെങ്കിൽ ഒരു ഹെയർ ലൈൻ, ഒരു തെറ്റ് പോലും നമ്മുടെ ലൈഫിൽ വരാനായിട്ട് പാടില്ല. അവിടെയാണ് നമുക്ക് അതിവിശുദ്ധി കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് നമുക്ക് കയറി ചെല്ലുവാനായിട്ട് സാധിക്കുന്നത്. കാൽവരി ക്രൂശിൽ ദൈവം നമുക്ക് വേണ്ടി അവന്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഒരു പുതുവഴിയെ തുറന്നു തന്നു. അവിടേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു അതിവിശുദ്ധ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതുപോലെയുള്ള സിറ്റുവേഷൻസ്, ശത്രു ടെസ്റ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? വളരെ ഹംബിളായിട്ട്, ഹ്യൂമിലിറ്റിയോടെ, താഴ്മയോടുകൂടെ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അപ്പോ ദാവീദ് ധൈര്യത്തോടുകൂടെ വിളിച്ചു പറയുകയാണ്, ഈ ഫെലിസ്ത്യന് എന്തുള്ളൂ? ഈ ദൈവത്തിന്റെ സേനയെ, ഇസ്രായേൽ ജനത്തെ നിന്ദിക്കുവാനായിട്ട് ഈ ഫെലിസ്ത്യന് എന്ത് അധികാരമാണുള്ളത്? ഇവൻ ആരാണ് എന്ന് ദാവീദ് ചോദിക്കുകയാണ്. ദാവീദിന്റെ ഈ സംസാരമെല്ലാം ശൗൽ രാജാവ് അറിയുന്നു. ശൗൽ രാജാവ് ദാവീദിനെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ദാവീദുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ദാവീദ് പറയാണ്, ഈ ശത്രുവിനെ ഓർത്ത് നിങ്ങൾ ആരും അധൈര്യപ്പെടണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതുമെന്ന് വളരെ ധൈര്യത്തോടുകൂടെ ദാവീദ് ശൗലിനോട് പറയുന്നു. എന്നാൽ രാജാവായ ശൗൽ, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ശൗലിന്റെ ദാവീദിനെ നിരുത്സാഹപ്പെടുത്തുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ദാവീദിനോട് ശൗൽ രാജാവ് പറയുന്നത് ഇപ്രകാരമാണ്, നീയാണെങ്കിൽ തീരെ ബാലനാണ്, നിനക്കൊന്നും അറിയത്തില്ല, നിനക്ക് ഈ ഫെലിസ്ത്യനെ നേരിടാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ആ ഫെലിസ്ത്യനാണെങ്കിലോ, ശത്രുവാണെങ്കിലോ വലിപ്പമുള്ളവനാണ്. അവൻ ജനിച്ച കാലം മുതലേ അംഗം പൊരുതി ജയിച്ചവനാണ്. അവൻ യോദ്ധാവാണ്. നീ വെറും ഒരു ബാലനാണ് എന്ന് ദാവീദിനോട്
രാജാവായ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ നോക്കുവാനായിട്ട് ഭരിക്കുവാനായിട്ട് ദൈവം അഭിഷേകം ചെയ്ത ശൗൽ രാജാവ് ദാവീദിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അപ്പോൾ ദാവീദ് തന്റെ ജീവിതത്തിലെ ഒരു സാക്ഷ്യം ശൗൽ രാജാവിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദ് തന്റെ ജീവിത സാക്ഷ്യം ശൗലിനോട് പറയുകയാണ്, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ സിംഹവും കരടിയും വന്ന് എന്റെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഞാൻ അധൈര്യപ്പെട്ടില്ല. ഞാൻ പിന്തുടർന്ന് ചെന്ന് ആ സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് ആ ആട്ടിൻകുട്ടിയെ തിരിച്ചു പിടിച്ചു. അത് മാത്രമല്ല, അത് എന്റെ നേരെ തിരിഞ്ഞപ്പോൾ ഞാൻ അതിനെ താടിക്ക് അടിച്ച് കൊന്നുകളഞ്ഞുവെന്ന്, ശത്രുവിനെ കൊന്നുകളഞ്ഞുവെന്ന് തന്റെ ജീവിത സാക്ഷ്യം ദാവീദ് ശൗലിനോട് പറയുകയാണ്. നമ്മുടെ ലൈഫിലും പലപ്പോഴും ശത്രു നമ്മളുടെ കയ്യിൽ നിന്ന് പലതും നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കും. നമ്മുടെ വിശ്വാസത്തെ തട്ടിയെടുക്കാൻ ശ്രമിക്കും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തട്ടിയെടുക്കാൻ ശ്രമിക്കും. നമ്മളുടെ താഴ്മയുള്ള സ്വഭാവത്തെ തട്ടിയെടുക്കുവാനുള്ള, അതിനെ ബ്രേക്ക് ചെയ്ത് കളയുവാനുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുക്കും. നമ്മുടെ ഫിനാൻസിനെ തകർക്കുവാനായിട്ട് നോക്കും. നമ്മുടെ ഫാമിലി ലൈഫിനെ തകർക്കാൻ നോക്കും. നമ്മുടെ ജോബിനെ തട്ടിയെടുക്കാൻ നോക്കും. നമ്മുടെ തലമുറകളെ തട്ടിയെടുക്കാനായിട്ട് നോക്കും. ഇങ്ങനെ പല വിധത്തില് ശത്രു നമ്മുടെ നേരെ ഒരു യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ ഹല്ലേലൂയ, എങ്ങനെയാണ് അവനെ നേരിടേണ്ടത്, എങ്ങനെയാണ് അവനെ അടിക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മർമ്മം നോക്കി അടിച്ചെങ്കിൽ മാത്രമേ ശത്രുവിനെ നമുക്ക് താഴെ ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓരോ സിറ്റുവേഷനിലും ഓരോ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശത്രുവിനെ തള്ളിയിടാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളോട് കോപിക്കുന്ന സഹോദരനോട് എതിരെ പ്രാർത്ഥിക്കുന്നതിനും അപ്പുറം അവനോട് താഴ്മയോടെ പെരുമാറിയാൽ നമുക്ക് അവിടെ ഒരു റിസൾട്ട് വേഗത്തിൽ കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദാവീദിന്റെ ലൈഫിൽ നിന്ന് നിങ്ങൾ ശത്രുവിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അവന്റെ ജീവിത സാക്ഷ്യം കേട്ട ശൗല് അവനെ യുദ്ധത്തിന് പോകുവാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം അനുവാദം കൊടുക്കുകയാണ്. ദാവീദ് ഒരു വിശ്വാസ പ്രഖ്യാപനം അവിടെ നടത്തുന്നു. അനുസരണയുള്ള ദാവീദ്, താഴ്മയുള്ള ദാവീദ്, അതുപോലെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉച്ചരിക്കുന്ന ദാവീദ്, ദൈവത്തോട് കൂടെ നടന്ന് കൺസിസ്റ്റന്റ് ആയിട്ട്, അതാണ് ദാവീദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു സ്ഥിരതയുള്ളവനായിരുന്നു, നിരന്തരം ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു ദാവീദ്. ദാവീദ് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ഈ സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം തീർച്ചയായിട്ടും ഈ ഫെലിസ്ത്യനായിട്ടുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം ശൗൽ രാജാവിന്റെ മുൻപില് ദാവീദ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ശൗൽ രാജാവ് ദാവീദിനെ യുദ്ധത്തിന് പോകുവാനായിട്ട് അനുവാദം കൊടുക്കുകയാണ്. ഫെലിസ്ത്യനായ ശത്രുവിനെ നേരിടാനായിട്ട് എല്ലാവരും ഭ്രമിച്ച് ഭയപ്പെട്ട് ഓടിക്കളഞ്ഞ സ്ഥലത്ത് തീരെ ബാലനായ ദാവീദ്, അവന്റെ കയ്യിൽ ഈ ലോകപ്രകാരമുള്ള യാതൊരു ആയുധങ്ങളുമില്ല, യാതൊരു അധികാരങ്ങളുമില്ല, അവൻ രാജാവല്ല, സൈന്യത്തിൽ ഒന്നും മെമ്പർ അല്ല, ഒന്നുമല്ല. തീരെ ബാലനായ ദാവീദ് ഈ ശത്രുവിനെ നേരിടുവാനായിട്ട് തയ്യാറാവുകയാണ്. ഈ സമയത്ത് ശൗല് ദാവീദിനെ തന്റെ പടയങ്കി ധരിപ്പിക്കുന്നു, തന്റെ താമ്ര ശിരസ്ത്രം ധരിപ്പിക്കുന്നു, കവചം ഇടുവിക്കുന്നു, പടയങ്കി മേല് വാള് കെട്ടിക്കൊടുക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാ ആയുധങ്ങളും ശൗല് ദാവീദിനെ ധരിപ്പിക്കുകയാണ്. എന്നാൽ ദാവീദ് പറയുന്നത് ഈ ആയുധങ്ങൾ ഒന്നും തന്നെ തനിക്ക് ആവശ്യമില്ല. ദാവീദ് പറയുകയാണ്, ഈ ലോകപ്രകാരം പടയങ്കിയോ വാളോ ഒന്നും തനിക്ക് ആവശ്യമില്ല, താമ്ര ശിരസ്ത്രം ആവശ്യമില്ല, ഈ ലോകപ്രകാരമുള്ള യാതൊരു ആയുധങ്ങളും തനിക്ക് ആവശ്യമില്ലെന്ന് ദാവീദ് പറയുകയാണ്. എനിക്ക് ഇതൊന്നും ശീലമില്ല, ഈ ലോകത്തിലെ വെപ്പൺസ് ഒന്നും ഉപയോഗിച്ച് എനിക്ക് ശീലമില്ല. എന്നാൽ അവന്റെ കയ്യില് ദൈവം കൊടുത്ത 5 ആയുധങ്ങൾ ഉണ്ടായിരുന്നു, 5 കല്ലുണ്ടായിരുന്നു. അവൻ ഒരു വടിയെടുത്തു, എന്നിട്ട് തോട്ടിൽ നിന്ന് 5 കല്ലെടുത്ത് അവന്റെ ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടിട്ട് ധൈര്യത്തോടുകൂടെ ശത്രുവിനെ നേരിടാനായിട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ വായിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അവൻ ഫെലിസ്ത്യനെ നേരിടുവാനായിട്ട് നടന്നു പോകുന്നു. അപ്പോഴേക്കും ശത്രു അവനെ നിന്ദിക്കുവാനായിട്ട് തുടങ്ങി. നീ കടന്നു വാ, ഞാൻ ഇന്ന് നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗത്യനായ ഗോലിയാത്ത് ദാവീദിനെ നിരന്തരം പരിഹസിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ ദാവീദ് പറയുകയാണ്, നീ ഈ ലോകത്തിലെ ആയുധങ്ങളുമായിട്ട് എന്നെ നേരിടാനായിട്ട് വരുന്നു, വാളും കുന്തവുമായിട്ട് നീ എന്നെ നേരിടാനായിട്ട് വരുന്നു. എന്നാൽ ഞാൻ നിന്നെ നേരിടുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ഞാൻ നിന്റെ നേരെ യുദ്ധം ചെയ്യുവാനായിട്ട് വരുന്നതെന്ന്
ഈ ശത്രുവിനോട് ദാവീദ് വിളിച്ചു പറയുകയാണ്. ദാവീദിന് ഒരു കാര്യം അറിയാമായിരുന്നു. ദാവീദ് ന്യായപ്രമാണം പഠിച്ചവനായിരുന്നു. ദാവീദ് ഹല്ലേലൂയ സ്തോത്രം വചനം അറിയുന്നവനായിരുന്നു. അവൻ പറയുകയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി യഹോവ യുദ്ധം ചെയ്തതും യഹോവ ഇറങ്ങി പല യുദ്ധങ്ങളിലും അവരെ ജയിപ്പിച്ചതും ദാവീദിന് അറിയാമായിരുന്നു. അവൻ ന്യായപ്രമാണം പഠിച്ചവനായിരുന്നു. ദൈവത്തിന്റെ വചനം പഠിച്ചവനായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് അവൻ സാക്ഷ്യം പറയുകയാണ്. അപ്പൊ ദാവീദിന്റെ ജീവിതത്തിലെ 5ാമത്തെ കല്ലെന്ന് പറയുന്നത് വചനമാണ്. ദൈവത്തിന്റെ വചനമാണ്. ന്യായപ്രമാണം ഇടതടവില്ലാതെ പഠിച്ച് മനസ്സിലാക്കി ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ദാവീദിന്റെ ജീവിതത്തിലെ ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. 2ാമത്തേത് ഒബീഡിയൻസ് ആണ്, അനുസരണം. 3ാമത്തേത് ഹ്യൂമിലിറ്റി, താഴ്മ. 4ാമത്തേത് വിശ്വാസം. ദാവീദ് ഉറച്ച ദൈവവിശ്വാസവും സാക്ഷ്യവുമുള്ള മനുഷ്യനായിരുന്നു. 5ാമത്തേത് ദൈവവചനം, ന്യായപ്രമാണം നന്നായി പഠിച്ചവനായിരുന്നു ദാവീദ്. ഈ 5 കല്ലുകളുമായിട്ട്, തന്റെ ഇടയസഞ്ചിയില് ഈ 5 കല്ലുകളുമായിട്ട് ദാവീദ് ശത്രുവിനെ നേരിടുവാനായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. 17ാം അധ്യായം അതിന്റെ 48ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്തീനോട് എതിർപ്പാനായിട്ട് കടന്നു ചെന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. ശത്രുവിനെ നേരിടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നമുക്കറിയാം. ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നത്, ഒരു നല്ല വിശ്വാസ ജീവിതം നയിക്കുന്നത്, ഒരു നല്ല വിശുദ്ധ ഉള്ള ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ ചില ബദ്ധപ്പാടുകളുണ്ട്, ചില സാക്രിഫൈസുകളുണ്ട്. എന്നാൽ ദാവീദ് ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ബന്ധപ്പെട്ട് തന്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ഈ ഗത്യനായ വലിപ്പമേറിയ ശത്രുവിനെ നേരിടാനായിട്ട് തീരെ ബാലനായ ദാവീദ് പോവുകയാണ്. ശത്രുവിന്റെ കയ്യില് ഈ ലോക പ്രകാരമായിട്ടുള്ള വാളും കുന്തവും ഒക്കെ ഉണ്ടെങ്കിൽ ദാവീദ് ശത്രുവിനെ നേരിടാനായിട്ട് പോകുന്നത് യഹോവയുടെ നാമത്തിൽ, ജീവനുള്ള ദൈവമായ യഹോവയുടെ നാമത്തിലാണ് ദാവീദ് ശത്രുവിനെ നേരിടാനായിട്ട് പോകുന്നത്. ദാവീദ് നേരെ ഫെലിസ്ത്യന്റെ നേരെ ചെന്നിട്ട് കവണയില് ഒരു കല്ലെടുത്ത് വച്ചിട്ട് അവന്റെ നെറ്റിയിലേക്ക് അത് അടിച്ചു വിടുന്നു. ശത്രു കവിണ്ണു വീണു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ ദാവീദ് ഒരു വാളുമായിട്ട് പോയി അവനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ശ്രമിച്ചെങ്കിൽ, ഒരു കുന്തവുമായിട്ട് പോയി യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിൽ ഒരിക്കലും ദാവീദിന് ആ യുദ്ധത്തില് ജയം കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ ദാവീദ് ആ ആയുധം ഉപയോഗിക്കും മുൻപേ തന്നെ ഒരു പക്ഷേ ശത്രു ദാവീദിനെ ആക്രമിക്കുമായിരുന്നു. എന്നാൽ ദാവീദ് ഒരു കല്ലെടുത്ത് അവന്റെ നെറ്റി നോക്കി അടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാവീദിന് അതിന്റെ ഒരു തന്ത്രം അറിയാമായിരുന്നു. അവൻ ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് സാത്താനെ എങ്ങനെ അടിക്കണമെന്ന്, ശത്രുവിനെ എങ്ങനെ അടിക്കണമെന്ന്, ഒരു സാഹചര്യത്തിൽ ശത്രുവിനെ എങ്ങനെ തോൽപ്പിക്കണമെന്ന്, ഈ 5 കല്ലിൽ ഏത് കല്ല് ഉപയോഗിക്കണമെന്ന് ദാവീദിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇടയസഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് ശത്രുവിന്റെ നേരെ ഉപയോഗിക്കുകയാണ്. ആ സമയത്ത് തന്നെ ഈ ശത്രു താഴെ വീണ് കവിണ്ണു വീണു അവൻ മരിച്ചു പോകുന്നതായിട്ട് ഹല്ലേലൂയ വചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ദൈവത്തോടു കൂടെ നടന്ന ദാവീദ് ഈ 5 കല്ലുകൾ ഉപയോഗിച്ച് വിജയകരമായിട്ടുള്ള ഒരു ജീവിതം ദൈവത്തോടു കൂടെ നടന്ന് ജീവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ദാവീദ് ആ ശത്രുവിന്റെ തല വെട്ടിയെടുത്ത് യെരൂശലേമിലേക്ക് കൊണ്ടുപോയി എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ ശത്രുവിനെ നേരിടുമ്പോൾ അവന്റെ വേരോടെ പിഴുതു കളയുവാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ അതിന്റെ കുറച്ചു ഭാഗം വച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക അല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനെ വേരോടെ പിഴുതെറിഞ്ഞ് കളയണം. ഇവിടെ ദാവീദ് ഈ ശത്രുവിനെ, ഗത്യനായ ഗോലിയാത്തിന്റെ തലയെ വെട്ടിയെടുത്ത് യെരൂശലേമിലേക്ക് നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തോടു കൂടെ നടന്ന ദാവീദ് അധികാര കേന്ദ്രങ്ങളിൽ പോലും, രാജാവിന്റെ മുൻപിൽ പോലും ഒരു ചർച്ചാ വിഷയമായി മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ദാവീദിന് ഇങ്ങനെ ശത്രുവിനെ നേരിടാനായിട്ട് സാധിച്ചത്? ഒറ്റ രാത്രി കൊണ്ട് ദാവീദ് നേടിയെടുത്തതല്ല ഈ കഴിവെന്ന് പറയുന്നത്. ഒരു ദിവസം ഏലാ താഴ്വരയിൽ വന്ന് ശത്രുവിനെ തോൽപ്പിച്ച് കടന്നു
പോയതല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോടെ ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് അവന്റെ ജീവിതത്തില് 5 ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ആ 5 ഗുണങ്ങളാണ് അവനെ ഈ ശത്രുവിനെ നേരിടുവാനായിട്ട് സഹായിച്ചത്. അനുസരണമുള്ളവനായിരുന്നു, ദൈവത്തിന്റെ മുൻപില് അല്ലെങ്കിൽ അപ്പൻ പറയുന്നത് അനുസരിക്കുന്നവനായിരുന്നു. ഇതെല്ലാം അവൻ പരിശീലിച്ചെടുത്തതാണ്. ഒറ്റ ദിവസം കൊണ്ട് അവൻ നേടിയെടുത്തതല്ല. സ്ഥിരതയോടെ അവന്റെ ഓട്ടം ഓടിയത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. അതുപോലെ അവൻ താഴ്മയുള്ളവനായിരുന്നു, അനുസരണമുള്ളവനായിരുന്നു, നിരന്തരം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. രാജാവ് അവനെ നിരുത്സാഹപ്പെടുത്തുമ്പോഴും അവിടെ തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുവാനായിട്ട്, തന്റെ സാക്ഷ്യം പറയുവാനായിട്ട് ധൈര്യമുള്ളവനായിരുന്നു. ശത്രുവിന്റെ മുൻപിൽ അധൈര്യപ്പെടാതിരിക്കുവാനുള്ള ഒരു വിശ്വാസ ജീവിതം അവന് കൈമുതലായി ഉണ്ടായിരുന്നു. അതുപോലെ ന്യായപ്രമാണം പഠിച്ച് ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചിരുന്ന, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അവന്റെ ജീവിതമാണ്, ദൈവത്തോടു കൂടെയുള്ള നടപ്പാണ്. ഇത്രയും വലിപ്പമുള്ള ഒരു ശത്രു വന്നപ്പോഴും തീരെ ബാലനായ ദാവീദിന് ഈ ശത്രുവിനെ ഭയപ്പെടാതെ നിന്നുകൊണ്ട് ഒരു അധൈര്യത്തിന്റെ വാക്കുപോലും പറയാതെ ഈ ശത്രുവിനെ നേരിടുവാനായിട്ടും അവനെ ആക്രമിച്ചു താഴെ ഇടുവാനായിട്ടും ഒരു കല്ല് ഉപയോഗിച്ച്, അവന്റെ ഇടയസഞ്ചിയിലെ ഒരേ ഒരു കല്ല് ഉപയോഗിച്ച് ഈ ശത്രുവിനെ ആക്രമിച്ച് താഴെ ഇടുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് നമുക്ക് ദാവീദിന്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണ്? നമുക്ക് ഒരു കോപിക്കാനുള്ള ഒരു സാഹചര്യം ശത്രു ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? താഴ്മയോടെയാണോ നമ്മൾ പ്രതികരിക്കുന്നത്? നമ്മുടെ ദൈവം നമ്മളോട് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ, ശുശ്രൂഷ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി ശുശ്രൂഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരാണോ നമ്മളെന്ന് നമുക്കൊന്ന് തിരിഞ്ഞ് ആലോചിച്ചു നോക്കാം. അപ്പൻ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരണത്തോടു കൂടെ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഡെയിലി ലൈഫിൽ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ സാത്താൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുമ്പോൾ, അവിശ്വാസ പ്രഖ്യാപനത്തോടുകൂടെ, ഒരു സാക്ഷ്യത്തോടുകൂടെ എന്റെ ദൈവം ജീവിക്കുന്നുവെന്ന് വിളിച്ചു പറയുവാൻ, അവൻ എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ വിളിച്ചു പറയുവാൻ, നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ശത്രു നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമെടുത്ത് അവനെ വെട്ടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അവൻ ശത്രുവിന്റെ ഏത് ആയുധവും നമ്മുടെ വചനത്തിന്റെ നേരെ ഫലിക്കയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മൾ തോറ്റുപോകാനായിട്ട് പാടില്ല. അതുപോലെ ജീവിതത്തിൽ ഉടനീളം പ്രാർത്ഥന നമ്മുടെ ഒരു ആയുധമായിരിക്കണം. ഈ 5 ആയുധങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിശുദ്ധിയുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒരു വിശുദ്ധിയില്ലാത്തയിടത്ത് ഈ ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ല. അതുപോലെ തന്നെ ഓരോ ഈ 5 കല്ലുകളും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുത്താല്, നമ്മൾ വളർത്തിയെടുത്താല്, ദൈവത്തോടു കൂടെ നടന്ന് ഈ 5 കല്ലുകളും നമ്മൾ നേടിയെടുത്താല് വിശ്വാസ ജീവിതത്തില് ശത്രുവിനെ നേരിടാനായിട്ട് അത് വളരെ ഉപകാരമായിരിക്കുമെന്ന് നമുക്ക് ദാവീദിന്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നാല് 11-ാം വാക്യം മുതൽ യേശു കർത്താവിനെ നോക്കി 10 കുഷ്ഠരോഗികൾ നിലവിളിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അവർ അകലെ നിന്ന് നിലവിളിച്ചത്. They stand at a distance and call out, Jesus, Master, have mercy on us. അവർ അകലെ നിന്നുകൊണ്ട് നിലവിളിക്കുന്നു, യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു തിരിഞ്ഞ് അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി നിങ്ങളെ പുരോഹിതന്മാരെ കാണിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവര് പുരോഹിതന്മാരെ കാണിക്കാനായിട്ട് കടന്നു പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവര് ശുദ്ധിയുള്ളവരായി തീർന്നുവെന്ന് വചനം പഠിക്കുവാനായിട്ട്, അവരുടെ അശുദ്ധി മാറി അവര് ശുദ്ധിയുള്ളവരായി തീർന്നുവെന്ന് ഹല്ലേലൂയ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സിസ്റ്റർ നിൽവിയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ക്രിസ്ത്യൻ ലൈഫിൽ നിന്ന് അതിവിശുദ്ധിയിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ദൈവത്തിന്റെ മുൻപിൽ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് നിങ്ങളെ ദൈവിക ആലോചന പുറത്തു വരുവാനായിട്ട്, പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആലോചന പറയുന്നു. നിങ്ങളെ ഒരു അതിവിശുദ്ധിയിലേക്ക്, ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു അതിവിശുദ്ധിയിലേക്ക്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. അവൻ നിങ്ങളെ ഹോരേബിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ പല ടെസ്റ്റുകൾ നിങ്ങൾ നേരിടേണ്ടി വരും. അതിൽ ജയിച്ച് പുറത്തു വരുമ്പോൾ ദൈവം നിങ്ങളെ ഹോരേബിലേക്ക് കയറ്റും.
ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് അവിടെ വെച്ച് മോശയോട് സംസാരിച്ചതുപോലെ മറപ്പൊരുളില്ലാതെ അഭിമുഖമായും സ്പഷ്ടമായും സംസാരിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നീ ദൈവത്തിന്റെ ഗൃഹത്തിലുള്ളവളെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്ന ഒരു ദിവസം വരുമെന്ന് സിസ്റ്റർ നിൽവിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. പ്രിയ വിശ്വാസികളെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി വിട്ടു. എന്നാൽ നമുക്കറിയാം 10 പേര് നടന്നുപോയി മഹാപുരോഹിതനെ കാണുവാനായിട്ട്. വഴിയിൽ വെച്ച് അവരെല്ലാവരും ശുദ്ധരായി തീർന്നു. എന്നാൽ ഇതിൽ നന്ദിയോടുകൂടെ മടങ്ങി വന്ന, വിശുദ്ധിയോടുകൂടെ മടങ്ങി വന്ന് കർത്താവിനെ കണ്ട ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 9 പേരും വഴിയിൽ വെച്ച് വീണു പോയി എന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി, ക്രിസ്ത്യൻ ലൈഫിൽ വിശുദ്ധി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എത്രത്തോളം വിശുദ്ധിയോടെ നമ്മൾ നടക്കണം, എത്രത്തോളം നമ്മുടെ കയ്യിലുള്ള ഈ ആയുധങ്ങളെ, സ്പിരിച്വൽ വെപ്പൺസിനെ നമ്മൾ പോളിഷ് ചെയ്തെടുക്കണമെന്ന് ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 10 പേര് കടന്നു പോയതില് ഒരാൾ മാത്രം മടങ്ങി വന്ന് കർത്താവിനെ മീറ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു, ദൈവത്തെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതൊരു ശമര്യക്കാരനായിരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ബാക്കി 9 പേരും വഴിയിൽ വെച്ച് വീണു പോയി. ഞാൻ നിങ്ങളോട് ആലോചന പറയുകയാണ്, നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് ഒരു വിജയമായി മാറണം. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവ്, ഹല്ലേലൂയ, രക്തം ചിന്തിയ കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിടത്തും തെറ്റിപ്പോകുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിവിശുദ്ധിയാണ്. ഒരു സാധാരണ വിശുദ്ധ ജീവിതം കൊണ്ട് ഇന്നത്തെ കാലത്ത് ശത്രുവിനോട് നമുക്ക് പോരാടി നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ 5 സ്റ്റോണും നിങ്ങളുടെ ജീവിതത്തിൽ പോളിഷ് ചെയ്തെടുക്കുവാനും സ്ഥിരതയോടെ നിങ്ങളുടെ വിശ്വാസ ജീവിതം ഓടുവാനും അതിവിശുദ്ധി കാത്തു സൂക്ഷിക്കാനും, ഇന്നത്തെ കാലഘട്ടത്ത് ഞങ്ങൾ വചനം സംസാരിക്കുമ്പോൾ പലരെയും ദൈവം പ്രവചന ശുശ്രൂഷയിലേക്കും അതുപോലെ ദൈവത്തിന്റെ കൃപാസനത്തിലേക്കൊക്കെ വിളിക്കുകയാണ്. പക്ഷെ നിന്നെ ഒലിവ് ചതച്ചെടുക്കുന്നത് പോലെ ദൈവം ചതച്ചെടുക്കും. തെളിഞ്ഞ എണ്ണ പുറത്തു വരണമെങ്കിൽ ഒലിവിനെ ഇടിക്കുന്നത് പോലെ ദൈവം ഇടിച്ചെടുക്കും. പലപ്പോഴും ദൈവം എന്നോട് എപ്പോഴും എന്നെ കാണിക്കുന്നതാണ് ഒലിവ്. നിന്നെ ഒലിവ് ചതയ്ക്കുന്നത് പോലെ ചതച്ചെടുക്കും. പക്ഷേ അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ തെളിഞ്ഞ എണ്ണ പുറത്തു വരും. അതിൽ വെളിച്ചം, ആ എണ്ണ കൊണ്ട് നമ്മൾ പ്രകാശിക്കും. അനേകർക്ക് വെളിച്ചമാകുവാനായിട്ട് സാധിക്കും. നിങ്ങളോടും ഞാൻ ആലോചന പറയുകയാണ്, നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് വിശുദ്ധിയോടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ 5 കല്ലുകള് നിങ്ങൾ പോളിഷ് ചെയ്തെടുക്കുക. ഒരിക്കലും ശത്രുവിന് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ സ്ലിപ്പാണ്. പലപ്പോഴും ചെറിയ കള്ളങ്ങള്, നമ്മൾ ഉത്തരവാദിത്തമില്ലാത്ത ചെറിയ ചെറിയ പെരുമാറ്റങ്ങളാണ് ശത്രു നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുവാനും നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനെ ആക്രമിക്കുവാനും തകർക്കുവാനും നമ്മളെ സ്ട്രഗിളിലാക്കുവാനും ഒക്കെ ഇടയായി തീരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യത്തിലും ഒരു വിജയം കണ്ടെത്തുവാനായിട്ട് ഈ 5 കല്ലുകൾ നിങ്ങൾ ഉപയോഗിച്ചാൽ വിശുദ്ധിയോടെ നിന്നുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.